നമ്മുടെ സംഘടനാ നേതൃത്വം അവരാണ് നമ്മളെ ഒരു കടിഞ്ഞാണ് എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഈ കാലഘട്ടത്തിൽ നമുക്ക് എന്ത് പറ്റില്ല, നമ്മളെ മാതാപിതാക്കൾ ചിലപ്പം ആ കടിഞ്ഞാണ് പിടുത്തം കിട്ടാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ. يا ربنا لك الحمد كما ينبغي جلال وجهك وعظيم سلطانك. آمين. سبحانك لا نحصي ثناء عليك. آمين. മറ്റേ ശബ്ദം ശ്രവിക്കുന്ന മുസ്ലിം ജമാഅത്തിൻ്റെയും അതുപോലെ തന്നെ SSFൻ്റെയും കർമ്മധീരരായ പ്രവർത്തകർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ ഒരുമിച്ച് കൂടിയത് അവൻ്റെ സ്വാലിഹായ അമലായി സ്വീകരിക്കുവാറാകട്ടെ. നാം എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടാനുള്ളൊരു കാരണം നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SSFൻ്റെ, അതായത് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ 53 വർഷം തികയുകയും 54ാമത് ഫൗണ്ടേഷൻ ഡേ ആഘോഷിക്കുകയും ചെയ്യുന്ന ഈ ഒരു സുദിനത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മോടൊപ്പം നമ്മുടെ വേദി പങ്കിടാനും അതുപോലെ തന്നെ പതാക ഉയർത്തൽ കർമ്മത്തിലേക്കും പ്രാർത്ഥനയിലേക്കുമെല്ലാം സജീവമായി പങ്കെടുത്ത ഉസ്താദുമാരെ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന എല്ലാ പ്രവർത്തകരെയും സ്വാഗതം ചെയ്യുകയും നിങ്ങളിലേക്കുള്ള ആവശ്യമായ നസീഹത്ത് നൽകുന്നതിന് വേണ്ടി ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്ന സ്ഥാപനത്തിലാണ് നമ്മുടെ സംഘടനയ്ക്ക് തുടക്കം കുറിക്കുന്നത്. അതിൻ്റെ അബൂബക്കർ ഷെർവാനി ഉസ്താദും ഒക്കെ ഉണ്ടായിരുന്നു. പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ കൊല്ലറുകളൊക്കെ നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ നമ്മുടെ ഇവർ അതിനാൽ മദ്രസയിലാണ് പതാക ഉയർത്തുന്നത്. അൽഹംദുലില്ലാഹ് ഏറെ സന്തോഷം നൽകി. നമ്മളെ മക്കളിങ്ങനെ കൂടുതൽ നമ്മളെ തണലായിട്ട് നിൽക്കല് നമ്മളെ നാട്ടിലെ പ്രായമുള്ള ആളുകളാണ്. നമ്മളെ എന്തെങ്കിലും ചെയ്യുന്ന തെറ്റുകൾ കാണുമ്പോൾ നമ്മളെ ഓർമ്മിപ്പിക്കാനുള്ള നമ്മളെ നാട്ടിലെ പ്രായമുള്ള അവരെ നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കണം. അതേപോലെ എനിക്ക് SSFൻ്റെ മക്കളോട് പറയാനുള്ളത്, നമ്മുടെ സംഘടനാ നേതൃത്വം അവരാണ് നമ്മളെ ഒരു കടിഞ്ഞാണ് എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഈ കാലഘട്ടത്തിൽ നമുക്ക് എന്ത് പറ്റില്ല, നമ്മളെ മാതാപിതാക്കൾ ചിലപ്പം ആ കടിഞ്ഞാണ് പിടുത്തം കിട്ടാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ SSFുമായി ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ SYSുമായി ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ കേരള മുസ്ലിം ജമാഅത്തുമായി ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ AP ഉസ്താദുമായി ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കതൊരു ഇജ്ജത്താണ്. എവിടെ ചെന്നാലും ആരെ മുന്നിലും നമുക്ക് വെക്കാൻ കഴിയുന്ന ഒരു ഇജ്ജത്താണ് ആ ഒരു സംഘടന എന്നുള്ളത്. എത്ര വലിയ തെറ്റിലേക്ക് നമ്മളിങ്ങനെ സഞ്ചരിച്ച് പോകുമ്പോഴും നമുക്കൊരു കടിഞ്ഞാണ് ബാക്കിലുണ്ടാവും. ഞാനൊക്കെ ഒരുപാട് പാടാണ് അതിൽ. ശരിക്കും നമ്മൾ എത്ര വലിയ സമ്പത്ത് ഉണ്ടാക്കിയാലും അതിനേക്കാൾ വലിയൊരു സമ്പത്താണ് SSFും SYSും കേരള മുസ്ലിം ജമാഅത്തൊക്കെ എന്ന് പറഞ്ഞത്. കാരണം അതൊക്കെ ഇവരൊക്കെ അനുഭവിച്ച് ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് എന്താ ചെയ്യുക, SSFിലൂടെ, SYSിലൂടെ, കേരള മുസ്ലിം ജമാഅത്തിലൂടെ അപ്പോൾ അതുവഴി സഞ്ചരിക്കുമ്പോൾ നമുക്ക് മദ്യപാനം ഉണ്ടാവില്ല. നമുക്ക് MDMA എന്നൊരു ആ ഒരു ആശയത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കൂല. നമ്മൾ സഞ്ചരിക്കലെങ്ങണ്ട, നമ്മൾ ഏറി വന്നാൽ നമ്മൾ പള്ളിയുടെ ആ ചുറ്റുവട്ടം, അല്ലെങ്കിൽ മദ്രസയുടെ ചുറ്റുവട്ടം, അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഒതുങ്ങിക്കൂടി നമ്മൾ ജീവിക്കും. മറ്റുള്ള ഒരു ആശയത്തിലേക്കും നമ്മൾ സഞ്ചരിക്കൂല. പിന്നെ നമുക്കറിയാം പുത്തനാശയം ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതിലേക്കൊന്നും സഞ്ചരിക്കാതെ SSFിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നന്ദി പറയാനാണ് എന്നെ ഏൽപ്പിച്ചത്. അപ്പോൾ ആ വിഷയം ഞാൻ ആമുഖമായി സൂചിപ്പിച്ചതാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇവിടെ എത്തിച്ചേർന്ന കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റ് അംസദ് ഖാഫി, അതുപോലെ SYSന്റെ പ്രസിഡന്റ് ഹൈദർ ലത്തീഫ് ഉസ്താദ്, SSFന്റെ പ്രവർത്തകർ എല്ലാവരോടും ഒറ്റവാക്കി നന്ദി പറഞ്ഞ് 3 സലാത്തോടു കൂടി പിരിച്ചു വിടുകയാണ്. വൈദ്യുത സ്ഥാനത്ത് വണ്ടിയില്ലേ?
പള്ളിക്കൊക്കെ വരുമ്പോൾ يا ربنا لك الحمد كما ينبغي جلال وجهك وعظيم سلطانك آمين سبحانك لا نحصي ثناء عليك أنت ഏറെ ബഹുമാനാദരവ് നിറഞ്ഞ ഉസ്താദുമാർ, മറ്റെൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുസ്ലിം ജമാഅത്തിൻ്റെയും അതുപോലെ തന്നെ SSFൻ്റെയും കർമ്മധീരരായ പ്രവർത്തകർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ ഒരുമിച്ച് കൂടിയത് അവൻ്റെ സ്വാലിഹായ അമലായി സ്വീകരിക്കുവാറാകട്ടെ. നാം എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടാനുള്ളൊരു കാരണം നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SSFൻ്റെ, അതായത് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ 53 വർഷം തികയുകയും 54ാമത് ഫൗണ്ടേഷൻ ഡേ ആഘോഷിക്കുകയും ചെയ്യുന്ന ഈ ഒരു സുദിനത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മോടൊപ്പം നമ്മുടെ വേദി പങ്കിടാനും അതുപോലെ തന്നെ പതാക ഉയർത്തൽ കർമ്മത്തിലേക്കും പ്രാർത്ഥനയിലേക്കുമെല്ലാം സജീവമായി പങ്കെടുത്ത ഉസ്താദുമാരെ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന എല്ലാ പ്രവർത്തകരെയും സ്വാഗതം ചെയ്യുകയും നിങ്ങളിലേക്കുള്ള ആവശ്യമായ നസീഹത്ത് നൽകുന്നതിന് വേണ്ടി ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്ന സ്ഥാപനത്തിലാണ് നമ്മുടെ സംഘടനയ്ക്ക് തുടക്കം കുറിക്കുന്നത്. അതിൻ്റെ അബൂബക്കർ ഷെർവാനി ഉസ്താദും ഒക്കെ ഉണ്ടായിരുന്നു. പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ കൊല്ലറുകളൊക്കെ നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ നമ്മുടെ ഇവർ അതിനാൽ മദ്രസയിലാണ് പതാക ഉയർത്തിയത്. അൽഹംദുലില്ലാഹ് ഏറെ സന്തോഷം നൽകി. നമ്മളെ മക്കളിങ്ങനെ കൂടുതൽ നമ്മളെ തണലായിട്ട് നിൽക്കല് നമ്മളെ നാട്ടിലെ പ്രായമുള്ള ആളുകളാണ്. നമ്മളെ എന്തെങ്കിലും ചെയ്യുന്ന തെറ്റുകൾ കാണുമ്പോൾ നമ്മളെ ഓർമ്മിപ്പിക്കാനുള്ള നമ്മളെ നാട്ടിലെ പ്രായമുള്ള അവരെ നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കണം. അതേപോലെ എനിക്ക് SSFൻ്റെ മക്കളോട് പറയാനുള്ളത്, നമ്മുടെ സംഘടനാ നേതൃത്വം അവരാണ് നമ്മളെ ഒരു കടിഞ്ഞാണ് എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഈ കാലഘട്ടത്തിൽ നമുക്ക് എന്ത് പറ്റില്ല, നമ്മളെ മാതാപിതാക്കൾ ചിലപ്പം ആ കടിഞ്ഞാണ് പിടുത്തം കിട്ടാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ SSFുമായി ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ SYSുമായി ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ കേരള മുസ്ലിം ജമാഅത്തുമായി ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ AP ഉസ്താദുമായി ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കതൊരു ഇജ്ജത്താണ്. എവിടെ ചെന്നാലും ആരെ മുന്നിലും നമുക്ക് വെക്കാൻ കഴിയുന്ന ഒരു ഇജ്ജത്താണ് ആ ഒരു സംഘടന എന്നുള്ളത്. എത്ര വലിയ തെറ്റിലേക്ക് നമ്മളിങ്ങനെ സഞ്ചരിച്ച് പോകുമ്പോഴും നമുക്കൊരു കടിഞ്ഞാണ് ബാക്കിലുണ്ടാവും. ഞാനൊക്കെ ഒരുപാട് പാടാണ് അതിൽ. ശരിക്കും നമ്മൾ എത്ര വലിയ സമ്പത്ത് ഉണ്ടാക്കിയാലും അതിനേക്കാൾ വലിയൊരു സമ്പത്താണ് SSFും SYSും കേരള മുസ്ലിം ജമാഅത്തൊക്കെ എന്ന് പറഞ്ഞത്. കാരണം അതൊക്കെ ഇവരൊക്കെ അനുഭവിച്ച് ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് എന്താ ചെയ്യുക, SSFിലൂടെ, നിങ്ങൾ SYSിലൂടെ, കേരള മുസ്ലിം ജമാഅത്തിലൂടെ, അപ്പോൾ അതുവഴി സഞ്ചരിക്കുമ്പോൾ നമുക്ക് മദ്യപാനം ഉണ്ടാവില്ല. നമുക്ക് MDMA എന്നൊരു ആ ഒരു ആശയത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കൂല. നമ്മൾ സഞ്ചരിക്കലെങ്ങണ്ട, നമ്മൾ ഏറി വന്നാൽ നമ്മൾ പള്ളിയുടെ ആ ചുറ്റുവട്ടം, അല്ലെങ്കിൽ മദ്രസയുടെ ചുറ്റുവട്ടം, അല്ലെങ്കിൽ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഒതുങ്ങിക്കൂടി നമ്മൾ ജീവിക്കും. മറ്റുള്ള ഒരു ആശയത്തിലേക്കും നമ്മൾ സഞ്ചരിക്കൂല. പിന്നെ നമുക്കറിയാം പുത്തനാശയം ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതിലേക്കൊന്നും സഞ്ചരിക്കാതെ SSFിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നന്ദി പറയാനാണ് എന്നെ ഏൽപ്പിച്ചത്. അപ്പോൾ ആ വിഷയം ഞാൻ ആമുഖമായി സൂചിപ്പിച്ചതാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇവിടെ എത്തിച്ചേർന്ന കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റ് അംസദ് ഖാഫി, അതുപോലെ SYSന്റെ പ്രസിഡന്റ് ഹൈദർ ലത്തീഫ് ഉസ്താദ്, SSFന്റെ പ്രവർത്തകർ എല്ലാവരോടും ഒറ്റവാക്കി നന്ദി പറഞ്ഞ് 3 സലാത്തോടു കൂടി പിരിച്ചു വിടുകയാണ്.